Dear children, this video is about thrust, pressure, liquid pressure and pressure of the gas. First we can discuss about what is actually thrust. The force acting normal to a surface is called thrust. The force acting normal to a surface is called thrust. അതായത് ഒരു സർഫേസിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെൻ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ബെഡ് ആൻഡ് ദെൻ ഹീ ഈസ് ലേയിങ് ഓൺ ദ ബെഡ്. ഇൻ ബോത്ത് ഓഫ് ദ കേസസ് ത്രസ്റ്റ് റിമെയിൻസ് സെയിം. അതായത് ഒരാളൊരു കട്ടിൽ നിൽക്കുമ്പോഴും അതേ കട്ടിൽ അയാൾ കിടക്കുമ്പോഴും അവിടെ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് സെയിം ആയിരിക്കും. ഈ രണ്ട് കേസിലും അയാളുടെ വെയിറ്റ് ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ്, അല്ലാതെ അതിൻ്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്താണ് പ്രഷർ എന്ന് നോക്കാം. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് പ്രഷർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ആൾസോ കാൾഡ് പ്രഷർ. ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ആൾസോ കാൾഡ് പ്രഷർ. ഇനി പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഒരു റിലേഷനാണ് പ്രഷർ പി ഈക്വൽ ടു ത്രസ്റ്റ് എഫ് ഡിവൈഡ് ബൈ ഏരിയ എ. അതായത് പി ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. എസ് ഐ യൂണിറ്റ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്, അതായത് ത്രസ്റ്റിൻ്റെ യൂണിറ്റായ ന്യൂട്ടണും ഏരിയയുടെ യൂണിറ്റായ മീറ്ററും ചേർത്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെയാണ് പാസ്കൽ എന്നറിയപ്പെടുന്നത്. അപ്പം പ്രഷറിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. ഇനി ഒരു പാസ്കൽ എന്ന് വെച്ചാൽ ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ. അതായത് ഇഫ് 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സർഫേസ് ഓഫ് യൂണിറ്റ് ഏരിയ ദെൻ ദ പ്രഷർ ഈസ് 1 പാസ്കൽ. ഇനി എന്താണ് പ്രഷറും ഏരിയയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. വെൻ ത്രസ്റ്റ് ഓർ ഫോഴ്സ് റിമെയിൻസ് ദ സെയിം, പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ. അതായത് ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഒരു സർഫേസിൽ ആക്ട് ചെയ്യുന്നത് സെയിം ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് പ്രഷർ. ഇത് മീൻ ചെയ്യുന്നത് ഏരിയ കൂടിയ പ്രഷർ കുറയും. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും, എന്നാൽ ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും എന്നാണ്. ഏരിയ കൂടിയ പ്രഷർ കുറയും, ഏരിയ കുറഞ്ഞ പ്രഷർ കൂടും. ഇതിൻ്റെ 1-2 ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് പ്രഷർ ആൻഡ് ഏരിയ. ഷോൾഡർ ബാഗ്സ് വിത്ത് ബ്രോഡ് സ്ട്രാപ്സ്. എന്തുകൊണ്ടാണ് ഷോൾഡർ ബാഗിന് ബ്രോഡ് സ്ട്രാപ്പ് ഉപയോഗിക്കാൻ കാരണം? ബ്രോഡ് സ്ട്രാപ്പ് ആകുമ്പോൾ ഏരിയ കൂടുകയും, അപ്പോൾ ഏരിയ കൂടിയാൽ പ്രഷർ കുറയും. അപ്പോൾ നമ്മുടെ ഷോൾഡറിലേക്ക് അത് പ്രസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയും നമുക്കത് കംഫർട്ടബിളായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാകത്തില്ല. 2 ബുൾഡോസർ വീൽസ് കണക്റ്റഡ് വിത്ത് വൈഡ് ചെയിൻ. എന്തുകൊണ്ടാണ് ബുൾഡോസറുകളുടെ വീലുകൾ നമ്മൾ വൈഡ് ചെയിൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്? അങ്ങനെ വൈഡ് ചെയിൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഏരിയ കൂടും. അതിൻ്റെ ഏരിയ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഷർ കുറയുകയും, അപ്പോൾ ഈ ബുൾഡോസറിനെ സംബന്ധിച്ച് ഏത് റഫായിട്ടുള്ളതും അതുപോലെ മടിയായിട്ടുള്ള ഏരിയയിൽ കൂടെ ഇതിന് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ്. അടുത്ത 3rd വൺ, ലൈയിങ് ഓൺ എ നെയിൽ ബെഡ്. ചിലർക്ക് ഈ ആണി കൊണ്ടുള്ള കട്ടിൽ കിടക്കാൻ കഴിയും. കാരണം ഒരുപാട് ആണികൾ ഒരേ നിരപ്പിൽ വളരെ അടുത്തായിട്ട് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എ ലാർജ് നമ്പർ ഓഫ് നെയിൽ ഫിക്സ്ഡ് വെരി ക്ലോസ് അറ്റ് ദ സെയിം ഹൈറ്റ്, ദെൻ ഏരിയ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ദ പേഴ്സൺ ഹൂ ഈസ് ലേയിങ് ദെയർ ഡസ് നോട്ട് ഗെറ്റ് പെയിൻ. അതായത് അവിടെ കിടക്കുന്ന ആൾക്ക് വേദന ഉണ്ടാകത്തില്ല. അടുത്ത മറ്റൊന്നാണ് നൈഫ് വിത്ത് തിൻ എഡ്ജസ്. ഹിയർ ഏരിയ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫിന് തിൻ എഡ്ജ് ഉപയോഗിക്കാൻ കാരണം? അപ്പോൾ തിൻ എഡ്ജ് ആകുമ്പോൾ അവിടെ ഏരിയ വളരെ കുറയും. ഏരിയ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുകയും, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കതിനെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏരിയ കുറച്ചുകൊണ്ട് പ്രഷർ കൂട്ടാൻ വേണ്ടിയാണ് നൈഫിനെ തിൻ എഡ്ജായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇത് നമുക്ക് അടുത്തതായിട്ട് വേണ്ട ലിക്വിഡ് പ്രഷറിനെ കുറിച്ചാണ്. ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ലിക്വിഡ് പ്രഷർ. വൺസ് അഗെയിൻ, ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ലിക്വിഡ് പ്രഷർ. അതായത് ഒരു ലിക്വിഡ് ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സർട്ട് ചെയ്യുന്ന ത്രസ്റ്റിനെ പറയുന്നതാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത്. അടുത്ത ഈ ലിക്വിഡ് പ്രഷർ ഏതെല്ലാം ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ഒന്ന് ഡെപ്ത് ഓഫ് ദ ലിക്വിഡ്, അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്നും പറയാം.
ഒന്നാമത്തെ ഫാക്ടർ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് ഓർ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, അതായത് ലിക്വിഡിൻ്റെ ഡെപ്ത് കൂടുമ്പോൾ ലിക്വിഡ് പ്രഷർ കൂടുന്നു. രണ്ടാമത്തതാണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടിയാലും ലിക്വിഡ് പ്രഷർ കൂടുന്നുണ്ട്. ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡിന് കൂടുതൽ ലിക്വിഡ് പ്രഷർ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി മാനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏത്? മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഗ്യാസിൻ്റെ പ്രഷർ എങ്ങനെയാണെന്ന് നോക്കാം. ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ഗ്യാസ് പ്രഷർ. വൺസ് അഗെയിൻ, ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് ഗ്യാസ് പ്രഷർ. അതായത് ഗ്യാസ് നോർമലായിട്ട് ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സാർട്ട് ചെയ്യുന്ന അല്ലെ പ്രയോഗിക്കുന്ന ഫോഴ്സിനെ പറയുന്നതാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗ്യാസ് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് കൊടുക്കുന്നു നോർമലായിട്ട്, അതാണ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഗ്യാസ് പ്രഷർ ഏതെല്ലാം ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒന്നാമത്തെ ഫാക്ടർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഗ്യാസിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്താൽ ആ ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. രണ്ടാമത്തെ, വോളിയം ഓഫ് ദ ഗ്യാസ്. ഗ്യാസിൻ്റെ വോളിയം വ്യത്യാസം വരുമ്പോഴും പ്രഷർ വ്യത്യാസം വരുന്നുണ്ട്. മൂന്നാമത്തെ, ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. അതായത് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷറിന് ചേഞ്ച് വരുന്നു, അതായത് ഇൻക്രീസ് ചെയ്യും വെൻ ദ ടെമ്പറേച്ചർ. അപ്പോൾ രണ്ട് ഫാക്ടറാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്താൽ ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. രണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. വോളിയത്തിനനുസരിച്ചും ചേഞ്ച് വരും. ഇതാണ് മൂന്ന് ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം ഓഫ് ദ ഗ്യാസ്, ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. ഇനി ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ കൂടുന്നു എന്ന പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ്, പ്രഷർ എക്സർട്ടഡ് ബൈ ഇറ്റ് ആൾസോ ഇൻക്രീസ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ പ്രഷർ കുക്കർ ഇൻ വിച്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ്, അതായത് പ്രഷർ കുക്കറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനകത്തെ വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ അത് കുക്ക് ചെയ്യാൻ സഹായിക്കണം. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ കൂടുകയും അത് പ്രഷർ കുക്കറിലെ വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വേഗത്തിൽ കുക്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും.